നമസ്കാരം. വാർത്തയിലേക്ക് സ്വാഗതം. ഡീലുകളിൽ കുടുങ്ങി സംസ്ഥാനത്ത് മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം. വാവിട്ട വാക്കിനെ ന്യായീകരിച്ച മുഖ്യമന്ത്രിയും. വിശദാംശങ്ങളിലേക്ക് വരാം. ആദ്യം തലക്കെട്ടുകൾ. അത്ര പച്ചയായി RSSുമായി പണ്ടേ കൂട്ടുകൂടുന്നവരാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടി. ഒരു നാണോ ഉളുപ്പുമില്ലാതെ അതെല്ലാം ചെയ്തവരാണ്. അപ്പൊ വ്യാപകമായി നിരവധി സ്ഥലങ്ങളിൽ ഡീലാണ്. മുഖ്യമന്ത്രി കോലീബി എന്ന് പറയാ, ആ മുഖ്യമന്ത്രിയല്ലേ RSSന്റെ കൂടെ പിന്തുണയോടുകൂടി ജയിച്ച് MLA ആയത് 77. ഡീൽ ആരോപണത്തിൽ വാക്പോര് തുടർന്ന മുന്നണികൾ. പാലക്കാട് മണ്ഡലത്തിലെ ഡീൽ മനസ്സിലാകുന്നില്ലെന്ന് മുഖ്യമന്ത്രി. മുസ്ലിം സ്ഥാനാർത്ഥിയാണോ പാലക്കാട്ടെ പ്രശ്നമെന്നും മുഖ്യമന്ത്രി. RSS ബന്ധം എന്നും കോൺഗ്രസിനെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഡീൽ ആരോപണം ആവർത്തിച്ച് പ്രതിപക്ഷം. CPM BJP ഡീൽ വ്യക്തമെന്ന് VD സതീശൻ. മുസ്ലിം വോട്ട് കിട്ടാനാണ് LDF UDF മുന്നണികൾ ഡീൽ ആരോപിക്കുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ. ചെറ്റത്തരം, വീട്ടിൽ പോയി ചോദിക്കുക എന്നീ പരാമർശങ്ങൾ ന്യായീകരിച്ചു മുഖ്യമന്ത്രി. G സുധാകരനെ ചെറ്റ എന്ന് വിളിച്ചിട്ടില്ലെന്നും രാഷ്ട്രീയ ചെറ്റത്തരം എന്നാണ് ഉദ്ദേശിച്ചതെന്നും മുഖ്യമന്ത്രി. പൊതുയോഗം ചോദ്യം ചോദിക്കേണ്ട വേദിയല്ല എന്നും മുഖ്യമന്ത്രി. നാട് നീളെ വ്യഭിചരിച്ചു നടന്നവരെ പ്രതിപക്ഷ നേതാവും സംഘവും ന്യായീകരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി. ഗണേശിനെതിരായ പരാതി കുടുംബ പ്രശ്നമെന്നും മുഖ്യമന്ത്രി. ജനങ്ങൾ തെരുവിലിറങ്ങി ചോദ്യം ചോദിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തുടരുന്നു. എതിർമുന്നണികൾ പത്രികയെ എതിർത്തുവെങ്കിലും ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. ആസ്തി ആരോപണത്തിൽ VD സതീശന്റെയും രാജീവ് ചന്ദ്രശേഖറിന്റെയും പത്രിക മാറ്റിവെച്ചു. പിൻവലിക്കാനുള്ള അവസാന ദിവസം മറ്റന്നാൾ. വ്യക്തിത്വാവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന നടൻ മോഹൻലാൽ ഡൽഹി ഹൈക്കോടതിയിൽ. AI വീഡിയോകളിലെ ശബ്ദം, ചിത്രം, സംഭാഷണങ്ങൾ എന്നിവ കോടതിയിൽ ഹാജരാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ ബോംബ് ഭീഷണി. സന്ദേശം ലഭിച്ചത് ഡൽഹി സ്പീക്കർക്ക് ഇമെയിൽ വഴി. കൂടുതൽ നേതാക്കളെ വധിക്കുമെന്ന് സന്ദേശം. അമിത് ഷാ, ജയശങ്കർ, ഡൽഹി മുഖ്യമന്ത്രി എന്നിവർക്ക് നേരെയും ഭീഷണി. സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താൻ അന്വേഷണം. സമാധാനത്തിലേക്ക് എത്താൻ ഇറാന് ഒരവസരം കൂടി നൽകാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരെ ആക്രമണം തുടങ്ങുന്നതിന് 48 മണിക്കൂർ മുൻപ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ട്രംപും ഫോണിൽ സംസാരിച്ചുവെന്ന് റിപ്പോർട്ട്. യുദ്ധം കൃത്യമായ കൂടിയാലോചനയ്ക്ക് പിന്നാലെയെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. റിപ്പോർട്ടുകളിലേക്കാണ്. എല്ലാ മണ്ഡലത്തിലും CPM BJP ഡീലെന്ന ആരോപണത്തിന് പ്രതിപക്ഷ നേതാവ് VD സതീശന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്ത് അസംബന്ധവും എഴുന്നള്ളിക്കാൻ പ്രതിപക്ഷ നേതാവിന് ഒരു മടിയുമില്ല. AKG പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ കോൺഗ്രസിനും RSSനും ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ഒരു നാണവും ഉളുപ്പും ഇല്ലാതെയാണ് പ്രതിപക്ഷ നേതാവ് നുണ പ്രചരിപ്പിക്കുന്നത്. കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ അവസരമുണ്ടാക്കിയത് കോൺഗ്രസ് ആണെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. അത്ര പച്ചയായി RSSുമായി പണ്ടേ കൂട്ടുകൂടുന്നവരാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടി. ഒരു നാണോ ഉളുപ്പുമില്ലാതെ അതെല്ലാം ചെയ്തവരാണ്. കേരളത്തിൽ എന്തെല്ലാം അനുഭവം, എല്ലാത്തിൻ്റെയും ലീസ്റ്റ് ഞാൻ അവതരിപ്പിക്കണം. ഓർമ്മയില്ലേ കോലീബിയുടെ കാര്യം? പട്ടാമ്പിയിൽ EMS മത്സരിക്കുമ്പോൾ അതും ഒരു കഥയാണല്ലോ. അതിനു മുമ്പ് ആ EMSനെ പരാജയപ്പെടുത്താൻ വേണ്ടി RSS പറന്നിറങ്ങിയില്ലേ? അന്നത്തെ ജനസംഘത്തിൻ്റെ രാജ്യത്തിലെ ഏറ്റവും വലിയ നേതാവ് EMSനെ പരാജയപ്പെടുത്താൻ വേണ്ടി വന്ന് പ്രചരണം നടത്തിയില്ലേ? ജയിപ്പിക്കേണ്ടത് RSS നേതാവിനെയല്ല, കോൺഗ്രസ് നേതാവിനെയായിരുന്നു. അത് കോൺഗ്രസിൻ്റെ കൂടി ആവശ്യപ്രകാരമല്ലേ വന്നത്? ഓർമ്മയില്ലേ ഇതൊക്കെ? എന്തെല്ലാം അതിനാൽ ശേഷമല്ലേ കോലീബി സഖ്യം വന്നത്?
എന്നാൽ ഡീൽ ആരോപണം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ശ്രീഎമ്മിന്റെ മധ്യസ്ഥതയിൽ അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയത് ആരാണെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. CPM BJP ഡീൽ വ്യക്തമാണെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. ഇപ്പൊ ഡീൽ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രകോപിതനായി. മുഖ്യമന്ത്രി ഞാൻ കുറേ സീറ്റുകളുടെ കാര്യം ഇന്നലെ പറഞ്ഞു അല്ലേ, പാലക്കാട് പറഞ്ഞു, കോന്നി പറഞ്ഞു, റാന്നി പറഞ്ഞു. ഏറ്റുമാനൂർ എന്തായിരുന്നു? ഏറ്റുമാനൂർ ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയില്ല. 2020 ഏറ്റുമാനൂർ BJP വോട്ട് പിടിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യം. തൃപ്പൂണിത്തുറയിൽ 23,000-ലധികം വോട്ട് BJP പിടിക്കുകയും BJP തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി പിടിക്കുകയും ചെയ്ത സ്ഥലമാണ്. അവിടെ BJPക്ക് സ്ഥാനാർത്ഥിയില്ല. 2020 ഇതാണ് സ്ഥിതി. ചെങ്ങന്നൂരിൽ BJP സ്ഥാനാർത്ഥിയെ നിർത്തി, പക്ഷേ പാർട്ടിക്കകത്ത് ഭയങ്കര കലാപം ഉണ്ടാക്കുന്ന ആളെ നിർത്തി കൊടുത്തു. വീണ്ടും ആറന്മുളയിൽ ഘടകകക്ഷിക്ക് കൊടുക്കാൻ പോയപ്പോൾ BJPയിൽ കലാപം ഉണ്ടായതുകൊണ്ടാണ് കുമ്മനന്റെ ആഴ്ചയിരുന്ന സീറ്റ് കൊടുത്തത്. അപ്പോൾ വ്യാപകമായി നിരവധി സീറ്റുകളിൽ കാസർഗോഡ്, മഞ്ചേശ്വരം, റാന്നി, കോന്നി, ചെങ്ങന്നൂര്, ഏറ്റുമാനൂര്, തൃപ്പൂണിത്തുറ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ഡീലാണ്. മുഖ്യമന്ത്രി എന്തിനാ പ്രകോപിതനാവുന്നത്? മുഖ്യമന്ത്രി കോലീബി എന്ന് പറയാ. ആ മുഖ്യമന്ത്രിയല്ലേ RSSന്റെ കൂടെ പിന്തുണയോടുകൂടി ജയിച്ച് MLA ആയത് 77? ആർക്കറിയാൻ പാടില്ലാത്തത്? ശ്രീഎമ്മുമായി അടച്ചിട്ട മുറിയിൽ RSS നേതാക്കളുമായി മസ്കറ്റ് ഹോട്ടലിൽ ചർച്ച നടത്തിയതാരാ? പിണറായി വിജയനാണ്. VD സതീശൻ പ്രസംഗത്തിനിടെ വീട്ടിൽ പോയി ചോദിക്ക് എന്ന പ്രയോഗത്തിൽ പൊതുയോഗം ചോദ്യം ചോദിക്കേണ്ട വേദിയല്ലെന്ന് മുഖ്യമന്ത്രി. സമനില തെറ്റിയത് തനിക്കല്ലെന്നും സമനില തെറ്റുന്നത് ആർക്കെന്ന് എല്ലാവർക്കും അറിയാമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. പിണറായിയുടെ പരിപാടിയിൽ മര്യാദ പാലിക്കേണ്ട എന്നുണ്ടോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ചോദ്യം ചോദിച്ച ആൾക്ക് ഇപ്പോൾ കാര്യം ബോധ്യപ്പെട്ടല്ലോ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചെറ്റത്തരം, വീട്ടിൽ പോയി ചോദിക്ക് എന്നീ പരാമർശങ്ങളെ ന്യായീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. G. സുധാകരനെ ചെറ്റ എന്ന് വിളിച്ചിട്ടില്ല എന്നും രാഷ്ട്രീയ ചെറ്റത്തരം എന്നാണ് ഉദ്ദേശിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെ ചോദ്യം ചോദിക്കാനല്ലോ പത്രസമ്മേളനമല്ലല്ലോ പൊതുയോഗം എന്ന് പറഞ്ഞാൽ. ഈ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പത്രസമ്മേളനം ആയതുകൊണ്ടല്ലേ. നിങ്ങളെല്ലാവരും വന്ന് എൻ്റെ പൊതുയോഗത്തിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ആളും ചോദ്യം ചോദിക്കൂ. അങ്ങനെ ചോദിച്ചാൽ കിട്ടുന്ന മറുപടി അത് തന്നെയായിരിക്കും. അത് സ്വാഭാവികമല്ലേ. പൊതുയോഗത്തിൻ്റെതായ മര്യാദയുണ്ട്. പൊതുയോഗത്തിൽ നമ്മളൊരാൾ സംസാരിക്കാൻ ചെല്ലുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടിയോ മുന്നണിയോ ആരോ ആവട്ടെ സംസാരിക്കുന്നു. ഇഷ്ടമില്ലാത്തവർ കേൾക്കണ്ട, പോകണം. ഇഷ്ടമുള്ളവർ കേട്ടാൽ മതിയല്ലോ. അതല്ലേ അതിൻ്റെ രീതി. അത് കലക്കുന്നതിനോ ബഹളം വെക്കുന്നതിനോ എന്നുള്ള നടപടികൾ സ്വീകരിക്കാൻ പാടില്ല. പണ്ട് വേറൊരു രീതി ഉണ്ടായിരുന്നു. ചില ആൾക്കാർ വളരെ ദശാബ്ദങ്ങൾക്ക് മുൻപാണ്, ഇപ്പം നിങ്ങളെ ഈ പ്രായത്തിലല്ല. അപ്പോൾ ചിലയിടത്ത് പോയാൽ ഒരു കടലാസിൽ ചോദ്യം എഴുതിയിട്ട് കൊണ്ടു കൊടുക്കും. ഇപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയാനാണോ ഈ പൊതുയോഗത്തിൽ പറയേണ്ട കാര്യങ്ങൾ പറയാറില്ലേ? അപ്പം അങ്ങനെയൊക്കെ ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ചില ആൾക്കാർ ചിലതിനെ എതിർക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെയുള്ളതൊന്നും നമ്മൾ സാധാരണ പൊതുമര്യാദയിൽപ്പെട്ടതല്ല. പിന്നെ പൊതുമര്യാദയൊന്നും പാലിക്കേണ്ടതില്ല. പിണറായി വിജയൻ്റെ മീറ്റിംഗ് ആയാലും ഇങ്ങനെയൊക്കെ ആയിക്കോളുമെന്ന് KC വേണുഗോപാലിന് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായല്ലോ അത് ശരിയല്ലാതെ വന്നു. അത് തന്നെയല്ലേ അദ്ദേഹം മാധ്യമപ്രവർത്തകരോടും പറഞ്ഞത് പോയി ചോദിച്ചപ്പോൾ. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുഖ്യമന്ത്രി ഓൾ ഇന്ത്യ റേഡിയോയാണ്. വീട്ടിലല്ല ജനങ്ങൾ തെരുവിലിറങ്ങി ചോദ്യം ചോദിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നാട് മുഴുവനും വ്യഭിചരിച്ചു നടന്നവനെ കൂടെ നിർത്തിയ ആളാണ് പ്രതിപക്ഷ നേതാവെന്ന പരാമർശം ചേരുക മുഖ്യമന്ത്രിക്കാണെന്നും സതീശൻ വ്യക്തമാക്കി. ഞങ്ങൾ പണ്ട് പറയാറുണ്ടല്ലോ, അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോ ആണ്. ഓൾ ഇന്ത്യ റേഡിയോയോട് നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി ഒരാൾ ചോദ്യം ചോദിച്ചപ്പോൾ വീട്ടിൽ പോയി ചോദിക്കാനാണ് പറഞ്ഞത്. വീട്ടിലല്ല, ജനങ്ങൾ തെരുവിലിറങ്ങി നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങളെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മറുപടി പറയിപ്പിക്കും. നിങ്ങളുടെ ദുഷ്ചെയ്തികളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. LDFും UDFും പത്രികയെ എതിർത്തു. കേസിൽ ശിക്ഷ വിധിച്ചാൽ മാത്രമേ പത്രിക തള്ളാൻ കഴിയുകയുള്ളൂവെന്ന് റിട്ടേണിംഗ് ഓഫീസർ വ്യക്തമാക്കി.
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പത്രികയ്ക്കെതിരെ പരാതി. അഭിഭാഷകൻ എന്ന നിലയിലുള്ള വരുമാനം പത്രികയിൽ കാണിച്ചില്ല എന്നതടക്കം 3 പരാതികളാണുള്ളത്. LDFും ഇന്ത്യയുമാണ് പരാതി നൽകിയത്. യഥാർത്ഥ വരുമാനം പത്രികയിൽ കാണിച്ചില്ല എന്നും പറയുന്നുണ്ട്. സതീശന്റെ വിശദീകരണം കേട്ട ശേഷം 3 മണിക്ക് സൂക്ഷ്മ പരിശോധന നടത്തും. BJP സംസ്ഥാന അധ്യക്ഷനും നേമം നിയോജകമണ്ഡലം സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സ്വത്ത് വിവരങ്ങൾ പൂർണ്ണമായും വെളിപ്പെടുത്തിയിരുന്നില്ല എന്ന ആക്ഷേപത്തെ തുടർന്നാണ് റിട്ടേണിംഗ് ഓഫീസർ നേരത്തെ പത്രിക മാറ്റിവെച്ചിരുന്നത്. രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തന്റെ ആസ്തികളെക്കുറിച്ചും ഓഹരി പങ്കാളിത്തത്തെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ നൽകിയില്ലെന്ന പരാതി ഉയർന്നിരുന്നു. പരാതിയിൽ കൂടുതൽ വ്യക്തത വരുത്തിയതോടെ പത്രിക സ്വീകരിച്ചു. കുട്ടനാട്ടിൽ വൻ ട്വിസ്റ്റ്. കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക പരിശോധിക്കുന്നത് നാളത്തേക്ക് മാറ്റി. മറ്റ് സ്ഥാനാർത്ഥികൾ ആക്ഷേപം ഉന്നയിച്ചതോടെയാണ് ഹിയറിംഗ് നാളെ രാവിലെ 10 മണിയിലേക്ക് മാറ്റിയത്. കേസ് വിവരങ്ങൾ മറച്ചുവെച്ചു എന്നതായിരുന്നു ആക്ഷേപം. G. സുധാകരന്റെ അപരന്റെ നാമനിർദ്ദേശ പത്രിക തള്ളി. സത്യവാങ്മൂലം പൂർണ്ണമല്ല, വോട്ടർ പട്ടികയുടെ പകർപ്പ് നൽകിയില്ല എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പത്രിക തള്ളിയത്. രണ്ടാമത് സത്യവാങ്മൂലം നൽകിയപ്പോഴും അത് പൂർണ്ണമായില്ല. അനിൽ ആന്റണി ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളെല്ലാം ഇന്ന് വാസ്തവവിരുദ്ധമായ ഡീലുകളെക്കുറിച്ചൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. കേരള മുഖ്യമന്ത്രി പറയുകയുണ്ടായി കോൺഗ്രസ്സിന് BJPയുമായിട്ട് ഡീലുണ്ടെന്നൊക്കെ. കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറയുകയുണ്ടായി LDFന് BJPയുമായിട്ട് ഡീലുണ്ടെന്നൊക്കെ. പക്ഷെ ഒരു കാര്യം നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് LDFും UDFും ദേശീയ തലത്തിൽ ഒരേ ഒരു മുന്നണിയുടെ ഭാഗമാണ്. 2024 തെരഞ്ഞെടുപ്പിൽ LDFും UDFും CPMും കോൺഗ്രസുമെല്ലാം ഒരേ മുന്നണിയുടെ ദേശീയ മുന്നണിയുടെ ഭാഗമായി, ഒരു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് അവർ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമെല്ലാം ഒരു അലയൻസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായത്. അവിടെ CPMും കോൺഗ്രസുമെല്ലാം ഒരുമിച്ചാണ് ഭരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും CPMും കോൺഗ്രസും ഒരുമിച്ചാണ് മത്സരിച്ചത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇവർ ഒരുമിച്ചാണ്. പക്ഷേ കേരളത്തിൽ മാത്രം അവിടെ ജനങ്ങളെ കബളിപ്പിക്കാൻ ഇവർ ഒരു കപട മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തുടരുകയാണ്. UDF പരാതി തള്ളി. രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രിക സ്വീകരിച്ചു. VD സതീശന്റെ പത്രിക മാറ്റിവെച്ചിരിക്കുകയാണ്. PV അൻവറിന്റെ പത്രികയിലും തർക്കമുണ്ട്. പിൻവലിക്കാനുള്ള അവസാന ദിവസം മറ്റന്നാളാണ്. ആതിര ചേരുകയാണ് വിവരങ്ങളുമായി. ആതിര, പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തുടരുന്നതിനിടയിൽ പ്രമുഖരുടെ പത്രികയിൽ തർക്കമുണ്ട്. ചിലത് സ്വീകരിച്ചു കഴിഞ്ഞു. VD സതീശന്റെ അടക്കം 3 മണിക്ക് പരിഗണിക്കാനായി മാറ്റിവെച്ചിരിക്കുന്നു. ഒപ്പം PV അൻവറിന്റെ പത്രികയിലും തർക്കമുണ്ട്. ഈ നേരത്തെ പറഞ്ഞതുപോലെ G. സുധാകരന്റെ അപരന്റെ നാമനിർദ്ദേശ പത്രിക തള്ളി. കുട്ടനാട്ടിൽ വൻ ട്വിസ്റ്റാണ്. UDF സ്ഥാനാർത്ഥിയുടെ പത്രിക നാളത്തേക്ക് പരിശോധിക്കാനായി മാറ്റി. അങ്ങനെ ഒരുപാട് വിവരങ്ങളാണ് ലഭിക്കുന്നത്. സ്വപ്ന, തീർച്ചയായും തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്നലെയാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസമായിരുന്നത്. ഇന്നലെ ഏകദേശമുള്ള എല്ലാവരും തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് സൂക്ഷ്മ പരിശോധനയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ പത്രികകളുമായി ബന്ധപ്പെട്ട നിരവധി രീതിയിലുള്ള ഒരു ആശങ്കകളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കിയിരുന്നത് നേമത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രിക തന്നെയായിരുന്നു. കാരണം ഏകദേശം 200 കോടിയുടെ സ്വത്തുവകകൾ ഇത്തരത്തിൽ സത്യവാങ്മൂലത്തിൽ സൂചിപ്പിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അതിലുണ്ടായിരുന്നില്ല, അതിൽ പറഞ്ഞിരുന്നില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് K. ശബരിനാഥൻ, നേമത്തെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള K. ശബരിനാഥൻ ഇത്തരത്തിലൊരു പരാതി നൽകുന്നത്. ആ പരാതിയെ തുടർന്ന് ഈ പത്രിക ഇത്രയും നേരം മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. അതിൽ കൃത്യമായ രീതിയിലുള്ള ഒരു പരിശോധനയുടെ ആവശ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. നിലവിൽ ഏതായാലും ഈ 200 കോടി രൂപയുടെ ഈ സ്വത്ത് വകകൾ എന്ന് പറയുന്നത് തന്റെ പേരിലല്ല എന്നുള്ള K. ശബരിനാഥിന്റെ പരാതി പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയത്. ഏതായാലും നിലവിൽ ഈ പത്രിക സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വലിയ ആശ്വാസമായൊരു കാര്യമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. നിലവിൽ ഏതായാലും
നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രിക സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പത്രികയ്ക്കെതിരെയും ഇത്തരത്തിൽ പരാതി ഉയർന്നിട്ടുണ്ട്. ഈ പത്രികയിൽ നിലവിലുള്ള അഭിഭാഷകൻ എന്ന നിലയിലുള്ള വരുമാനം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം എന്ന് പറയുന്നത്. എൻഡിഎയും LDFുമാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും ഇന്ന് 3 മണിയോടുകൂടി അതിന്റെ കൃത്യമായ രീതിയിലുള്ള പരിശോധനകളൊക്കെ തന്നെ പൂർത്തിയാകും എന്നുള്ളതാണ്. 26-ാം തീയതി അതായത് വ്യാഴാഴ്ചയാണ് ഈ സൂക്ഷ്മ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാകുക. ഏകദേശം പിൻവലിക്കാനുള്ള സമയം വ്യാഴാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ചയോടുകൂടി ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിന് എത്രത്തോളം നാമനിർദ്ദേശ പത്രികകളുണ്ട്, എത്ര സ്ഥാനാർത്ഥികളുണ്ട് എന്നത് സംബന്ധിച്ചതൊക്കെ തന്നെ ഒരു കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. നിരവധി പേരുടെ നാമനിർദ്ദേശ പത്രികകളാണ് നിലവിൽ. ഏതായാലും ഇത്തരത്തിലൊരു ആശങ്കയുടെ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതായാലും ഇന്ന് 3 മണിയോടുകൂടി വി ഡി സതീശന്റെ പത്രികയുടെ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരും. അതുപോലെ മറ്റുള്ള സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇന്നത്തോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അതിനെയാണ് വിവരങ്ങളുമായി ചേർന്നത്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തുടരുകയാണ്. CPM BJP ഡീൽ ആവർത്തിച്ച KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. രാഹുൽ ഗാന്ധിക്കെതിരെ കടന്നാക്രമണം നടത്തുന്ന പിണറായി പ്രധാനമന്ത്രിക്കെതിരെ ഒന്നും സംസാരിക്കുന്നില്ല. ലാവ്ലിൻ കേസും സ്വർണ്ണക്കള്ളക്കടത്തും ഇപ്പോൾ ആവിയായിപ്പോയി. സ്റ്റേജിൽ നിന്ന് പിണറായി കാണിച്ചത് ഏകാധിപത്യ ശൈലിയാണെന്നും സണ്ണി ജോസഫ് വിമർശിച്ചു. K സുധാകരന്റെ പിന്തുണയിൽ തനിക്ക് ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന് പറഞ്ഞ സണ്ണി ജോസഫ് K സുധാകരനെ കാണുന്നതിന് മാധ്യമങ്ങളുടെ വക്കാലത്ത് വേണ്ടെന്നും പ്രതികരിച്ചു. മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന ചോദ്യത്തിന് കടക്ക് പുറത്ത് എന്ന് പറയാത്ത മുഖ്യമന്ത്രി കോൺഗ്രസിനുണ്ടാകുമെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. നമുക്കറിയാം, രാഹുൽ ഗാന്ധിക്കെതിരെ BJPക്കെതിരായി ശക്തമായി പ്രസംഗിക്കുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു എന്നതിന്റെ പേരിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് 30-ലധികം കേസുകൾ, 36 കേസുകൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. BJP നേതാക്കന്മാർ അദ്ദേഹത്തെ കേസിൽ കുടുക്കി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും സധൈര്യം രാഹുൽ ഗാന്ധി മതേതര ഇന്ത്യയുടെ മുഖമായി നേതാവായി മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയുമാണ് രാജ്യത്തെ BJP സർക്കാരിനെതിരായി അതിശക്തമായി പോരാടുന്നത്. പിണറായി വിജയൻ ഒത്തുകളിക്കുകയാണ്, BJPയുമായിട്ട് ഒത്തുകളിക്കുകയാണ്. അതാണ് ലാവ്ലിൻ കേസ് നീട്ടിക്കൊണ്ടുപോകുന്നത്. അതാണ് സ്വർണ്ണ കള്ളക്കടത്ത് കേസ് ഇപ്പോൾ അത് ആവിയായി പോകുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കും മകനുമെതിരെയുള്ള ED അന്വേഷണം മരവിപ്പിച്ച് നിർത്താൻ അവർക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിലെല്ലാം ആരുമായിട്ടാണ് ബന്ധം? പ്രധാനമന്ത്രിയെ എതിർക്കാൻ ഒരു വാക്കുപോലും പറയുന്നില്ല. എന്നാൽ രാഹുൽ ഗാന്ധിയെ അടിസ്ഥാനരഹിതമായിട്ട് കടന്നാക്രമിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി. ആ നയങ്ങളെ ജനങ്ങൾ ചെറുക്കുക തന്നെ ചെയ്യും. കേരളത്തിലെ നല്ലവരായ വോട്ടർമാർ മുഖ്യമന്ത്രിയുടെ ഈ തെറ്റായ സമീപനത്തെ തിരുത്താൻ അവരുടെ ബാലറ്റ് അധികാരം വിനിയോഗിക്കുക തന്നെ ചെയ്യും. 2021 ഗുരുവായൂരിൽ CPM BJP ഡീൽ നടന്നതായി ആരോപണം. ഗുരുവായൂരിലെ UDF സ്ഥാനാർത്ഥിയായ KNA ഖാദറിന്റെ ആത്മകഥയിലാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഡീലിന് ചുക്കാൻ പിടിച്ചത് പിണറായി വിജയനാണെന്ന് വ്യാകരണമില്ലാത്ത ജീവിതം എന്ന ആത്മകഥയിൽ പറയുന്നു. ഗുരുവായൂരിലെ ഒക്കച്ചങ്ങാതിമാർ എന്ന അധ്യായത്തിലാണ് ആരോപണം. BJP സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത് ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഇന്ന് പുറത്തിറങ്ങും. വിവരങ്ങളുമായി അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, ഡീലിൽ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണമെല്ലാം മുന്നോട്ട് പോകുന്നത്. അതിനിടയ്ക്ക് 2021 ഗുരുവായൂരിൽ ഇത്തരത്തിൽ ഒരു ഡീൽ, CPM BJP ഡീൽ നടന്നതായുള്ള ആരോപണം ഈ വിവാദങ്ങളെല്ലാം മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിന് ചുക്കാൻ പിടിച്ചത് എന്ന് അന്നത്തെ സ്ഥാനാർത്ഥിയായ UDF സ്ഥാനാർത്ഥിയായ KNA ഖാദറിന്റെ ആത്മകഥയിലെ ആരോപണം. സ്വപ്ന, തീർച്ചയായും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഇത്തരം ഡീലുകളാണ്. ആ ഡീല്, അത്തരം ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടുന്ന ഒരു പുതിയ ആരോപണമാണ് ഇപ്പോൾ KNA ഖാദർ ഉന്നയിച്ചിരിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിലെ സ്ഥാനാർത്ഥിയായിരുന്നു KNA ഖാദർ. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോട് 18,000-ലേറെ വോട്ടുകൾക്കാണ് അന്ന് അദ്ദേഹം പരാജയപ്പെട്ടത്. അന്ന് തന്നെ ഇത്തരത്തിൽ ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ വ്യാകരണമില്ലാത്ത ജീവിതം എന്ന ആത്മകഥ വരുന്നത്. ഇതിൽ ഗുരുവായൂരിലെ ഒക്കച്ചങ്ങാതിമാർ എന്ന അധ്യായത്തിലാണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത്. ഗുരുവായൂരിൽ 2021 BJPയുടെ സ്ഥാനാർത്ഥിയായത് മഹിളാമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിരുന്ന നിവേദിത ആയിരുന്നു. അഡ്വക്കേറ്റ് നിവേദിതയുടെ പത്രികയായി അന്ന് തള്ളിപ്പോയിരുന്നു. സംസ്ഥാന അധ്യക്ഷന്റെ ഒപ്പില്ലാത്തതിന് കാരണമാണ് തള്ളിപ്പോയത്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആസൂത്രണം ചെയ്ത ഒരു
ഡീലിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് KNA ഖാദർ ആരോപിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ പുസ്തകം ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഇത്തരം ഒരു ആരോപണങ്ങളിലൂടെ ഇത് കൂടുതൽ ശ്രദ്ധേയമായി കഴിഞ്ഞു. എന്നാൽ പുതിയ തെളിവുകളോ മറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ല, അദ്ദേഹത്തിന്റെ ഊഹങ്ങളുടെയും അനുമാനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ആരോപണം എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും സംസ്ഥാനത്തെ പുതിയ വിവാദത്തിനിടയിൽ 21 ഈ കാര്യങ്ങൾ കൂടി ഇപ്പോൾ കൂടുതൽ ചർച്ചകളിലേക്ക് പോവുകയാണ്. സ്വപ്ന, മുഖ്യമന്ത്രിയിലേക്കാണ് KNA ഖാദറിന്റെ ആത്മകഥയിലെ ഡീൽ ആരോപണം ഇപ്പോൾ ഉയരുന്നത്. അരവിന്ദനാണ് വിവരങ്ങളുമായി ചേർന്നത്. താൻ ലത്തീൻ സഭയ്ക്കെതിരായി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചില ചാനലുകൾ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണ്. ലത്തീൻ സഭ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചവരെന്നും സഭ ഒരിക്കലും വർഗീയത പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വർഗീയത പറയുന്നവർക്കെതിരെയാണ് വോട്ട് ബാങ്ക് പരാമർശം നടത്തിയതെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ഒരു ലത്തീൻ സഭയ്ക്കൊന്നും ഒരു അമർഷമില്ല. ഞാൻ പുതുയുഗ യാത്രയുടെ 100-ലധികം വേദിയിൽ പ്രസംഗിച്ച അതേ കാര്യമാണ് പറഞ്ഞത്. കേരളത്തിൽ ഒരാളും വർഗീയത പറയുന്ന ആളുകൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി UDFന്റെ അടുത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞത്. ലത്തീൻ സഭ വർഗീയത പറയുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ലത്തീൻ സഭ ഒരിക്കലും വർഗീയത പറയാത്തവരാണ്. അല്ല, അവര് ഒരിക്കലും വർഗീയത പറയുന്നവരെന്ന് ഞാൻ പറഞ്ഞത്. ലത്തീൻ സഭ ഒരിക്കലും വർഗീയത പറഞ്ഞിട്ടില്ല. ഞാൻ കൊച്ചിയിൽ പ്രസംഗിച്ചത് നിങ്ങൾ 1-2 ചാനൽ കട്ട് ചെയ്തെടുത്ത് അത് ലത്തീൻ സഭയ്ക്ക് എതിരായിട്ടാക്കിയതാ. ഞാൻ 100-ലധികം വേദിയിൽ എൻ്റെ പ്രസംഗം മുഴുവൻ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കിടക്കുന്നുണ്ട്. വ്യക്തിത്വ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന നടൻ മോഹൻലാലിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ. തന്റെ ശബ്ദം, ചിത്രം, സംഭാഷണങ്ങൾ എന്നിവ AI വീഡിയോകളിലും പരസ്യങ്ങളിലും ഉൾപ്പെടെ അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടാണ് ലാൽ കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് ജ്യോതി സിംഗാണ് ഹർജി പരിഗണിക്കുന്നത്. നേരത്തെ സമാനമായ ആവശ്യമുന്നയിച്ച് നിരവധി ബോളിവുഡ് താരങ്ങൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അനിൽ കപൂർ, അമിതാഭ് ബച്ചൻ എന്നിവർക്ക് അനുകൂല ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബോംബ് ഭീഷണി. ഡൽഹി സ്പീക്കർ വിജേന്ദ്ര ഗുപ്തയ്ക്ക് ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി ജയശങ്കർ, ഡൽഹി മുഖ്യമന്ത്രി, ഗവർണർ എന്നിവരെ വധിക്കുമെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഡൽഹി നിയമസഭാ മന്ദിരം ബോംബ് വെച്ച് തകർക്കുമെന്നും സന്ദേശമുണ്ട്. ഭീഷണി ലഭിച്ചതിനാൽ നിയമസഭാ മന്ദിരത്തിൽ വിശദമായ പരിശോധന നടത്തി. സംശയാസ്പദമായ ഒന്നും പരിശോധനയിൽ കണ്ടെത്തിയില്ലെന്നും സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. രാജ്യത്തെ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിർബന്ധമാക്കരുതെന്ന് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. പള്ളികളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് പള്ളി കമ്മിറ്റികളാണ്. കോടതി ഇക്കാര്യം തീരുമാനിക്കുന്നത് 26-ാം അനുച്ഛേദ പ്രകാരം ലഭിക്കുന്ന സംരക്ഷണങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാകുമെന്നും ബോർഡ് വ്യക്തമാക്കി. ശബരിമല യുവതി പ്രവേശന കേസ് പരിഗണിക്കുന്ന സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്കായി എഴുതി നൽകിയ വാദത്തിലാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിവരങ്ങളുമായി ജിഷ്ണു ചന്ദ്രൻ ചേരുകയാണ്. ജിഷ്ണു, ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട രീതിയിൽ സമാനമായി ഈ രാജ്യത്തെ മുസ്ലിം പള്ളികളിലുള്ള സ്ത്രീകളുടെ പ്രവേശനം സംബന്ധിച്ചും ഹർജികൾ ഉണ്ട്. എന്തായാലും ഇപ്പോൾ ഇക്കാര്യത്തിൽ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അവരുടെ വാദം കൃത്യമായി എഴുതി നൽകിയിരിക്കുന്നു. എന്താണ് ആ വാദത്തിൽ പറയുന്നത്? സ്വപ്ന, ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിന് നിലവിൽ സുപ്രീം കോടതി രൂപീകരിച്ചിട്ടുള്ള 9-അംഗ ഭരണഘടനാ ബെഞ്ച് ഈ മത ആചാരങ്ങളിൽ ഇത്തരത്തിലുള്ള ഉയർന്നിട്ടുള്ള ചോദ്യങ്ങൾ, അത് ഹിന്ദു മുസ്ലിം മതാചാരങ്ങളിൽ ഉയർന്നിട്ടുള്ള ചോദ്യങ്ങളിൽ പള്ളികളിൽ സ്ത്രീകളുടെ പ്രവേശനം, ഇവയെല്ലാം സംബന്ധിച്ചുള്ള വിവിധ വിഷയങ്ങളാണ് സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കാൻ പോകുന്നത്. അടുത്ത മാസം 7-ാം തീയതി ഈ വിഷയത്തിന്മേൽ വിശദമായിട്ടുള്ള വാദം ഭരണഘടനാ ബെഞ്ച് ആരംഭിക്കും. അതിനു മുൻപായി എല്ലാ കക്ഷികളോടും അവരുടെ വാദം എഴുതി നൽകാൻ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ കാര്യത്തിലാണ് ഇപ്പോൾ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അവരുടെ വാദം സുപ്രീം കോടതിക്ക് മുൻപാകെ എഴുതി നൽകിയിട്ടുള്ളത്. അവർ വ്യക്തമാക്കിയത് രാജ്യത്തെ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. കാരണം പള്ളികളിൽ സ്ത്രീകൾ പ്രവേശിപ്പിക്കുന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് അതത് പള്ളി കമ്മിറ്റികളാണ്. ഇക്കാര്യം കോടതി ഇടപെട്ടൊരു വിധി പുറപ്പെടുവിക്കുകയാണെങ്കിൽ അത് ഭരണഘടനയുടെ 26-ാം അനുച്ഛേദ പ്രകാരം ലഭിക്കുന്ന മതാചാരത്തിനുള്ള അവകാശങ്ങളുടെ സംരക്ഷണത്തിന്റെ അവഹേളനമാകും എന്നാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഈ കേസിലെ വിവിധ കക്ഷികൾ, സംസ്ഥാന സർക്കാരും ശബരിമല തന്ത്രിയും ഒപ്പം നിർണായകമായ വാദം തന്നെയാണ് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഇപ്പോൾ എന്തായാലും സുപ്രീം കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. ജിഷ്ണുവാണ് വിവരങ്ങളുമായി ചേർന്നത്.
തിരുവനന്തപുരം കരമന കാലടി ജ്യോതിസിൽ സരളാദേവി അന്തരിച്ചു. 71 വയസ്സായിരുന്നു. അമൃത TV-യിലെ സീനിയർ ഗ്രാഫിക് ആർട്ടിസ്റ്റ് ഗിരീഷ് KS, ഹരീഷ് KS എന്നിവർ മക്കളാണ്. KCB റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ L. കുഞ്ഞുകൃഷ്ണൻ നായരാണ് ഭർത്താവ്. സംസ്കാരം 1 മണിക്ക് തെക്കാട് ശാന്തി കവാടത്തിൽ നടന്നു. LPG-യുമായി 2 കപ്പലുകൾ കൂടി ഇന്ത്യയിലേക്ക്. ഇന്ത്യൻ കപ്പലുകളായ ജഗ് വസന്തും പൈൻ ഗ്യാസുമാണ് ഇറാന്റെ പ്രത്യേക അനുമതിയോടെ ഹോർമോസ് കടലിടുക്ക് കടന്നെത്തുന്നത്. ഇതോടെ നിലവിലെ പാചകവാതക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. 92,613 മെട്രിക് ടൺ LPG-യാണ് 2 കപ്പലുകളിലുമായി ഉള്ളത്. സമാധാനത്തിലേക്ക് എത്താൻ ഇറാൻ ഒരു അവസരം കൂടി നൽകാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരെ ആക്രമണം തുടങ്ങുന്നതിന് 48 മണിക്കൂർ മുൻപ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ട്രംപും ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. ഇറാനെതിരായ ആക്രമണത്തിന്റെ പശ്ചാത്തലം നെതന്യാഹു ട്രംപിനോട് വിശദീകരിച്ചിരുന്നുവെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ടോടെ വെച്ച് വാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.